ഹായ് ഹലോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും, വിഷുവിൻ്റെ അന്ന് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സും അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതിൽ പലതും നടന്നു എന്ന് വരാം, നടക്കാതെ പോയവയുണ്ടാവാം, അല്ലെങ്കിൽ ഭാവിയിൽ നടന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവയൊക്കെ ഉണ്ടാവാം. അത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 2 മാസം കൊണ്ട് ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ് ഈ സ്വപ്നഭവനമെന്ന് പറയുന്നത്. ഈ നിമിഷം അറിയാതെ ആർക്കൊക്കെയോ നമുക്ക് നന്ദി പറയാൻ തോന്നും. കാരണം ഈ വീട് വെച്ചതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. നമുക്ക് കഥയൊന്നും പറയേണ്ട സമയമില്ല, എങ്കിലും ഞാൻ കാര്യം പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാലുകാച്ചിൻ്റെ ചടങ്ങാണ് രാവിലെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനും ചേട്ടന്മാരും ചേച്ചിയുടെ മക്കളും എൻ്റെ കൊച്ചിച്ചനും കുഞ്ഞമ്മ എല്ലാവരും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീട് വെച്ച കഥ ഉണ്ടല്ലോ, അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരാളെ കണ്ടില്ലേ? അതാണ് എൻ്റെ കൊച്ചിച്ചൻ, അച്ഛൻ്റെ അനുജൻ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ജനുവരി മാസത്തിൽ മെഡിക്കൽ കോളേജിലായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് കിടന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് എൻ്റെ +2 കഴിഞ്ഞ ആ ടൈം തൊട്ടിട്ട് വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയി, എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി. അമ്മയ്ക്ക് വയ്യ, ഓൾറെഡി വയ്യ, ഇത്തിരി ഒരു അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അച്ഛനും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്നു പോകും, അല്ലെങ്കിൽ കുഞ്ഞമ്മ, നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നു പോകും. അപ്പോൾ വയ്യാതായ സമയത്ത് കൊച്ചിച്ച് നമ്മുടെ ചേട്ടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഇവർ രണ്ടുപേരെയും ഒറ്റയ്ക്കാക്കിയാൽ ശരിയാവില്ല, ഒരു വീട് വേണം. അപ്പോൾ ചേട്ടന്മാരും ഓക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചിച്ചൻ തന്നെ എന്ത് ചെയ്തു? കൊച്ചിച്ചൻ്റെ വസ്തുവിൽ കൊച്ചിച്ചൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ചേട്ടന്മാരുടെ, എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും സപ്പോർട്ടോടുകൂടെ കൊച്ചിച്ചൻ്റെ കുഞ്ഞമ്മയുടെ നല്ല മനസ്സോടുകൂടെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ പടി മുന്നിൽ നിൽക്കുന്ന ഒരു വീട് വെറും 2 മാസം കൊണ്ടാണ് നമുക്ക് കൊച്ചിച്ചൻ ചെയ്തു തന്നത്. ഈ സമയം നന്ദി എന്നുള്ളൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റുമെന്ന് കേട്ടാൽ അതൊന്നും ഒരിടത്തും എത്തില്ല. പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവിതാവസാനം വരെ സത്യസന്ധമായ സ്നേഹവും ഒരു പിടി പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഏതെങ്കിലും കാലത്ത് വീട് വയ്ക്കും എന്നറിയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നൊരു വീട് ശരി ആയി. പക്ഷേ വീട് ഞാൻ പാലുകാച്ചിൻ്റെ തലേന്നാണേ ഫുള്ളും കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ് അടിച്ചു പോയി. കാരണം അയ്യോ, ഞാൻ ഒരിക്കലും മനസ്സിൽ കാണാത്ത വീട്. കാരണം സാധാ ഒരു വീട് വയ്ക്കും, പക്ഷേ ഇതെന്താ സ്വപ്നങ്ങൾക്ക് അതീതമായി സംഭവിച്ച ഒരു വീടാണ് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ഭംഗിയേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം വീട് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് നടന്നു കിട്ടി. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൊച്ചിച്ചൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട സാധനങ്ങളാണ്. അതായത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നമ്മുടെ KCR ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കൊച്ചിച്ചനുണ്ട്. അതുപോലെ തന്നെ പാറശാലയിൽ അശ്വതി ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊച്ചിച്ചൻ്റെ ഇഷ്ടത്തിന് എല്ലാം പുതിയ സാധനങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ടൈലിൻ്റെ പണി ഫുള്ളും എൻ്റെ അച്ഛനാണ് ചെയ്തത്. അതുപോലെ പാലുകാച്ചിൻ്റെ തലേന്നും അന്നും എല്ലാ ദിവസവും അമ്മ, ചേച്ചി, കുഞ്ഞമ്മമാർ, അനിയത്തി, വല്യച്ഛൻ എല്ലാവരും ഒത്തിരി ഇതിൻ്റെ പുറകേന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ടും പ്രാർത്ഥനയായിട്ടും ഒപ്പം കൂടെ നിന്ന് എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ്. എല്ലാത്തിലുപരി ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയുകയാണ്. കാരണം കുഞ്ഞമ്മയ്ക്കും കൊച്ചിച്ചനും ഒരുപക്ഷേ ആ മനസ്സ് തോന്നിച്ചത് ആ മുകളിലിരിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും അല്ലേ? കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യവും ചെയ്തത്. പിന്നെ ഈ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഞങ്ങളുടെ അനിയനെയാണ്. കുഞ്ഞമ്മയുടെ മോൻ വന്നിട്ട് കാനഡയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിനാവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന സമയം അപ്പോൾ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനിയനെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം സ്വന്തം വീടെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ, ഒരു വീട് കാണുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണല്ലേ. എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ അച്ഛമ്മയൊക്കെ പറയാറുണ്ട്, മക്കളെ ഒരു വീട്, ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് ദൈവം തീരുമാനിക്കണം, ആ സമയത്തെ നടക്കൂന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ ആ സമയം തീരുമാനിച്ചു. ദൈവം വളരെ ഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ അത് ചെയ്തു തന്നു. വളരെ സന്തോഷമായിട്ട് ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും
ഇമ്പമുള്ള കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. 3 സൈഡും ഇതുപോലെ പാടമാണ്, അതായത് വയലാണ്. നമുക്കിപ്പോൾ മീനൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഇറങ്ങിയാൽ മതി. ഞങ്ങൾ മെനിഞ്ഞാന്ന് പോയി മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ വൈകിയത്. കാരണം ഏത് വീഡിയോ എടുത്താലും ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാതിരിക്കത്തില്ല, ടീച്ചറാണല്ലേ, സംസാരത്തിലറിയാം. അപ്പോൾ അതുകൊണ്ട് മടിച്ച് ഇത്രയും ദിവസം ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനി കൂടെ ഉണ്ടാവണം. ഇനിയിപ്പോൾ കാണാൻ പോകുന്ന എൻ്റെ അച്ഛനാണ്. അച്ഛൻ മുന്നിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. സൈഡിൽ ഇപ്പോൾ അമ്മയെ കാണാൻ പറ്റും. അച്ഛനും അറിഞ്ഞില്ല ഞാൻ വീടിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ അമ്മ ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.